രാമ 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 ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയ രത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാൽ രാവണകുംഭകർണ നിധനം സമ്പൂർണ്ണരാമായണം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 കൃഷ്ണ
ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ ഇന്ന് 16-ാം സുദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ സുദിനത്തിൽ നമ്മൾ ആരണ്യകാണ്ഡത്തിലെ അഗസ്ത്യ മുനിയുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി, സീതാദേവി, ലക്ഷ്മണ സമന്വിതനായി അനുഗ്രഹ ആശിസ്സുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ ദണ്ഡകാരണ്യത്തിലൂടെ സഞ്ചരിക്കുന്ന രംഗം, ആ ദണ്ഡകാരണ്യത്തിൽ മുനിമണ്ഡലങ്ങളെ, അതായത് മുനിമാരെ, ഋഷീശ്വരന്മാരുടെയൊക്കെ സമീപത്ത് ചെല്ലുകയും അവിടെയൊക്കെ ശാന്തിയും സമാധാനവും ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയും ചെയ്യുന്ന രംഗം. ഇതിനിടയിലാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ വനവാസം 13 വർഷത്തോളം പൂർത്തിയായ സമയത്ത് സാക്ഷാൽ അഗസ്ത്യ മഹർഷി എത്തിച്ചേരുന്നു. അങ്ങനെ അഗസ്ത്യമുനി ശ്രീരാമചന്ദ്രസ്വാമിയെ അതിശ്രേഷ്ഠങ്ങളായ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്ന അഗസ്ത്യ സ്തുതി ഒക്കെ നമ്മൾ വർണ്ണിച്ചു കഴിഞ്ഞു. പിന്നീട് ജാനകി ദേവിയോടുകൂടി ശ്രീരാമചന്ദ്രസ്വാമി വീണ്ടും എഴുന്നള്ളുന്നു. അങ്ങനെ പുണ്യഭൂമിയായ പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഗൗതമി നദിയുടെ തീരത്തുള്ള പഞ്ചവടിയിലേക്ക്, ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയില് പർണശാലയൊക്കെ ഉണ്ടാക്കി അങ്ങനെ താമസിക്കുന്ന ഒരു രംഗത്തിലേക്ക് എത്തുന്നു. ഇനിയുള്ള ഒരു വർഷക്കാലം ഇതിനിടയിലാണ് ബാക്കിയുള്ളതൊക്കെ നടക്കേണ്ടത്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാര ഉദ്ദേശം പൂർത്തീകരിക്കാനുള്ള ആ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അഗസ്ത്യ മഹർഷിയുടെ, അഗസ്ത്യ മുനിയുടെ അനുഗ്രഹവും ആ ഓർമ്മപ്പെടുത്തലും. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഈ പഞ്ചവടിയിലേക്കുള്ള യാത്രക്കിടയിൽ ജടായുവിനെ കാണുന്നു. ജടായു സംഗമം, സമാഗമം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാം പ്രവരനിക്കിടക്കുന്നതു മുനി ഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് രാക്ഷസ പ്രവരനാണ് മുന്നിലുള്ളത്. ഇവനെ നീ കഥ കഴിക്കണം എന്ന് പറയുന്നു. ആ സമയത്ത് പറയുന്നു, ഞാൻ വധ്യനല്ല, അങ്ങയുടെ അച്ഛന്റെ ദശരഥ മഹാരാജാവിന്റെ ചെറുപ്പത്തിൽ തന്നെ എത്രയും ഇഷ്ടനായ തോഴനാണ് ഞാൻ, സുഹൃത്താണ് ഞാൻ. അങ്ങേക്കും ശ്രീരാമചന്ദ്രസ്വാമി, അങ്ങേക്കും ഞാൻ ഇഷ്ടത്തോഴനായിട്ട് തന്നെയാണ് വർത്തിക്കുന്നത്. ഹന്തവ്യനല്ല, ഭവൽ ഭക്തനായ ജടായുവാണ് ഞാൻ എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി അത്യധികം സ്നേഹത്തോടുകൂടി ആ ജടായുവിനെ പക്ഷിയുടെ ഭാവത്തിലുള്ള, പക്ഷിയായാലും ഭഗവാന് ഭക്തനാണെങ്കിൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഞാനിരിക്കുന്നത് തന്നെ അടുത്ത് തന്നെ താമസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ താമസിക്കുന്നു. താമസിക്കാനുള്ള അനുഗ്രഹമൊക്കെ കൊടുക്കുന്നു. അന്യോന്യം സംഭാഷണമൊക്കെ ചെയ്തു. പിന്നീടാണ് പഞ്ചവടിയിലുള്ള താമസത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ജടായു ദശരഥന്റെ സുഹൃത്താണ്.
കദ്രു, വിനത, ഇങ്ങനെ രണ്ടുപേരുടെ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ വിനതയുടെ മക്കളാണ് ഗരുഡൻ, അരുണനൊക്കെ. അരുണന്റെ മകനാണ് ജടായു. ഈ ജടായുവിന്റെ ജ്യേഷ്ഠനാണ് സമ്പാദി. സമ്പാദിയുടെ കഥ പിന്നീട് വരും. അങ്ങനെയുള്ള ജടായുവിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കി തരുന്നു. സമ്പാദിയെ കുറിച്ചൊക്കെ പിന്നീട് മനസ്സിലാക്കി തരും. കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ രാമായണം മനസ്സിരുത്തി വായിക്കുക. ഇതൊരു രാമായണ സംസ്കൃതിയായിട്ടാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. വേണ്ടതുപോലെ ഏറ്റെടുക്കാൻ സാധിക്കട്ടെ. പഞ്ചവടിയില് പർണശാല കെട്ടി താമസം ആരംഭിക്കുന്ന രംഗം. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാനദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും. ശ്രീരാമൻ അയോധ്യയിൽ പോലെ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. അങ്ങനെ അയോധ്യയിൽ ശ്രീരാമൻ എല്ലാ സൗകര്യങ്ങളോടും കൂടി എപ്രകാരം സന്തോഷത്തോടുകൂടി വാഴുമോ അതുപോലെ ഈ കാട്ടിലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഫലമൂലാദികളും ഒക്കെ ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന രംഗം. ഗൗതമി നദിയിൽ കുളിച്ച് അർഘ്യമൊക്കെ ചെയ്ത് അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഒരു ദിവസം ഏകാന്തത്തിൽ ഇരിക്കുന്ന സമയത്ത് പഞ്ചവടിയിൽ മനോഹരമായ സ്ഥാനമാണ്. വല്ലാത്ത ഒരു ഏകാന്തത അനുഭവപ്പെടുന്നു. ഈ സമയത്ത് ശ്രീരാമേന്ദ്രസ്വാമിയുടെ തൃക്കഴൽ കൂപ്പിക്കൊണ്ട് ലക്ഷ്മണൻ പറയുന്നു, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. ഇവിടെ ലക്ഷ്മണന് ഉപദേശം നൽകുകയാണ്. അതിഗുഹ്യമായ ഉപദേശമാണ് ഇവിടെ നൽകുന്നത്. അതിരഹസ്യമായ ഉപദേശം, ഗുഹ്യതമം ശാസ്ത്രം എന്ന് പറയുന്നത്. രഹസ്യം പറയാൻ പാടില്ലാത്തത് എന്നല്ല, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്നത്, പകരുന്നത്, ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. ഇവിടെ ആ ഉപദേശം, ലക്ഷ്മണ ഉപദേശം തുടങ്ങുകയാണ്. അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, അതാണ് ദുഃഖത്തിന് കാരണം. അങ്ങനെയാണെങ്കിൽ ഈ അജ്ഞാനം എന്ന് പറയുന്നത് മായയാണ്. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുകയാണ്. യാ മാ സാ മായ. അജ്ഞാനമുണ്ടാക്കുന്നത് മായയാണെങ്കിൽ, ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിക്കുന്നത് മായയാണെങ്കിൽ, ആ മായയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്താണ്? ജ്ഞാനമാണ്. മായയ്ക്ക് രണ്ട് രൂപമുണ്ട്. അതായത് വിക്ഷേപം, ആവരണം. അതായത് ഉള്ളതിനെ മറച്ചു വെക്കൽ, അത് ദുഃഖത്തിന് കാരണമാകും. ഉള്ളതിനെ മറച്ചു വെക്കുക. ഒരു വലിയ കിണറ് നിറയെ വെള്ളമുണ്ട്, പക്ഷെ അതിനെ പായല് കൊണ്ട് മൂടിയിട്ട്, പുല്ല് കൊണ്ട് മൂടിയിട്ട് മറച്ചു വെച്ചു കഴിഞ്ഞാൽ അത് അപകടമല്ലേ ഉണ്ടാവുക. അതുപോലെ ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുക. അതായത് ഒരു കഷ്ണം കയറ് മങ്ങിയ വെളിച്ചത്തിൽ കണ്ടപ്പോൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് മറിഞ്ഞടിച്ച് വീണാലുണ്ടാവുന്ന അപകടം, ഇതൊക്കെയാണ് ഇവിടെ. അപ്പോ അത് ദുഃഖത്തിന് കാരണമാവും. ഈശ്വരൻ ഉള്ളതാണ്, ഇല്ല എന്ന് തോന്നിക്കുന്നതാണ് മായാഗുണം എന്ന് പറയുന്നത്. ഭഗവാൻ തന്നെ പറയുന്നു, മമ മായ ദുരത്യയാ, എന്റെ മായ ദുരത്യയാണ്, എനിക്ക് തന്നെ തരണം ചെയ്യാൻ പ്രയാസമാണെന്ന് പറയുന്നു. ആ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ച് പറയുന്നു. മായാ കൽപ്പിതം
പരമാത്മനി വിശ്വമെടോ, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കില്ലേതുമൊന്നില്ലയല്ലോ. കയറിലെ പാമ്പ് എന്നുള്ള തോന്നൽ പോലെ യഥാർത്ഥത്തിലില്ല, പക്ഷെ ആ ഉണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് പോലെ നമുക്ക് കണ്ണുണ്ടായാലും രാത്രി കാലത്ത് കാണുമോ? കൂരിരുട്ടുള്ള സമയത്ത് നമ്മൾ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ, മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒന്നും കാണുന്നില്ല, അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും കാണില്ല. കണ്ണില്ലാഞ്ഞിട്ടല്ല, കണ്ണുണ്ടെങ്കിലും നേരിലുള്ള വഴി അറിയണമെങ്കിൽ ഒരു ദീപം വേണം നമുക്ക്. ആ ദീപ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ ഭക്തി ഉണ്ടാവാൻ ഈശ്വരജ്ഞാനം, ഭക്തി ഉണ്ടാവാൻ ഈശ്വരജ്ഞാനം വേണം. അല്ലെങ്കിൽ ഭക്തി ഉണ്ടായാൽ ഈശ്വരജ്ഞാനം ഉണ്ടാകും. അപ്പോൾ കുറച്ച് ഈശ്വരനെ കുറിച്ചുള്ള ഒരു ജിജ്ഞാസ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്തി ഉണ്ടാവാനുള്ള പരിശ്രമം ചെയ്യും, അത് വർദ്ധിച്ച് ഭക്തിയിലേക്ക് എത്തും. ഭക്തി ഉണ്ടായാല് പിന്നെന്താണ് സംഭവിക്കുക? ജ്ഞാനത്തിലേക്ക് എത്തി. പക്ഷെ ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സത്സംഗം ഉണ്ടാവണം. സജ്ജന സംസർഗം താനേ ജയിക്കുന്നു, ദുർജന ഗർജനം മങ്ങിയിടുന്നു. ഈശ്വര പൂജ ചെയ്യുക, നാമം ജപിക്കുക, ഏകാദശി തുടങ്ങിയിട്ടുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്തുണ്ടാവുക? ഭക്തി ഉണ്ടാവുക. അങ്ങനെയുള്ള ഭക്തി കൊണ്ട് നമ്മളിതാ യഥാർത്ഥ ഈശ്വര ജ്ഞാനത്തിലേക്ക് എത്തും. അങ്ങനെ മനുഷ്യ ജന്മം നമുക്ക് സഫലമാക്കാൻ സാധിക്കും. ലക്ഷ്മണ എന്നുള്ള അനേകം ഉപദേശങ്ങളാണ് ഇവിടെ ലക്ഷ്മണോപദേശമായിട്ട് പറയുന്നത്. അത് കഴിയുമ്പോഴാണ് ശൂർപ്പണഖ ആഗമനം. അങ്ങനെ അതിനുശേഷം ഖരവധം തുടങ്ങിയിട്ടുള്ളതായ കഥാഭാഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ ഗതികളായിട്ട് പറയുന്നത്. അതായത് ഇനി മുന്നോട്ടുള്ള ഖരദൂഷണ ത്രിശിരാക്കളാകുന്ന നിശാചരന്മാര് 14,000 അരക്കപ്പട ഇവരെയൊക്കെ നിഗ്രഹിച്ചിട്ടുള്ള കഥകളൊക്കെ പറയുന്നു. പിന്നെ വിശേഷപ്പെട്ട കഥാഭാഗങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ട് നമ്മൾ രാവണ മാരീച സംവാദത്തിലേക്കും തുടർന്നുള്ള മാരീച നിഗ്രഹത്തിന് വേണ്ടിയുള്ള രംഗങ്ങൾ തുടങ്ങിയിട്ടുള്ള കഥാഭാഗങ്ങളെയൊക്കെ എത്തിച്ചേരുകയാണ്. ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മളിതാ ഈ പഞ്ചവടി പ്രവേശം മുതലുള്ള ലക്ഷ്മണോപദേശത്തിലെ ചില ഭാഗങ്ങൾ അനുസ്മരിക്കാം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ. ഭൂമണ്ഡലെ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിലതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും. വികൽപഭ്രമമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ.
അൻപോടു പിന്നെ ജ്ഞാന സാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാലാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാഭരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ. ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിൽ ഏതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിഭം വിചാരിക്കില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊരു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമൂർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാ മന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന
സമഭാവനയോടും സർവാത്മാവാകുമെങ്കലുറച്ച മനസ്സോടും സർവദാ രാമ രാമേത്യമിത ജപത്തോടും ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമമതും മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചുകൊള്ളുകയും അധ പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണം കൊടുക്കയുമത മൽക്കഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ളവർ അവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും. എന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചീരെന്നാകിലും വക്തവ്യമവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. മുക്തി, മോക്ഷം, മോക്ഷത്തെക്കുറിച്ച് വളരെ രഹസ്യമായ ഉപദേശം ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണന് പഞ്ചവടിയിൽ വെച്ച് ഉപദേശിക്കുന്ന രംഗം. അങ്ങനെ ആ ശ്രീരാമൻ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഗൗതമി തീരത്ത് ആ മഹാകാനനത്തില് പഞ്ചവടിയില് ഒരു യാമിനീചരി, നിശാചരി, ഒരു രാക്ഷസിയെ കാണുകയാണ്. പക്ഷെ രാക്ഷസിയുടെ രൂപം കാമരൂപമാണ്. നമ്മള് രാമായണം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, രാമൻ ആദ്യമായിട്ട് നിഗ്രഹിച്ചത് താടകയാണ്. അതിസുന്ദരിയുടെ വേഷത്തിലാണ് പിന്നീട് താടക മോക്ഷം കിട്ടിപ്പോയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ താടക രാക്ഷസിയാണ്. ആ താടകയെ പേടിച്ചിട്ട് ആരും ആ വഴിക്ക് നടക്കാറില്ല. ഘോര വനത്തിലാണ് താടകയുള്ളത്. അതുകൊണ്ട് അതിന് താടക വനം എന്നാണ് പേര് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ താടക ആരാണ്? ആ താടക നമ്മുടെ മനസ്സിലൊക്കെയുള്ള ആഗ്രഹമാണ്. അതിന് കാമചാരിണി എന്നുള്ള പേര് വന്നു തന്നെ അതുകൊണ്ടാണ്.
യാമിനി ചരി കാമരൂപിണി. അങ്ങനെയുള്ള കാമരൂപിണിയായ ആഗ്രഹത്തോടുകൂടി സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ സ്വരൂപം തന്നെ ധരിച്ചിരിക്കുന്ന രാവണ സഹോദരിയായ ശൂർപ്പണഖയായിരുന്നു അവിടെ വന്നിരിക്കുന്നത്. കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിത, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വരൂപത്തോടു കൂടിയിട്ടുള്ള എല്ലാ തരത്തിലും നല്ല സൗന്ദര്യവതിയായിട്ട് അങ്ങനെ വരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് എങ്ങനെയാണെന്നൊക്കെയുള്ള, എന്തുകൊണ്ടാണ് ഈ ജടിയും വൽക്കലൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? അതിസുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. പരമാർത്ഥം എന്റെ കാര്യമൊക്കെ ഞാൻ പറയാം, നീ ആരാണെന്ന് പറയൂ. രാക്ഷസേശ്വരനായ രാവണന്റെ ഭഗിനി ശൂർപ്പണഖ ഈ ഖരദൂഷണ ത്രിശിരാക്കള് ഭ്രാതാക്കന്മാര് അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി തന്നെ പരിചയപ്പെടുത്തുന്നു. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ, അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമൻ എന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീതാ ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ. ശൂർപ്പണഖ ചോദിച്ചതനുസരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രഘുകുല നായകനായ ഭഗവാൻ പരിചയപ്പെടുത്തി. അത് കേട്ട് രാവണ സഹോദരി പറഞ്ഞു, എന്നെ പരിഗ്രഹിക്കണം, ഒരു തരത്തിലുള്ള സങ്കടം ഉണ്ടാവില്ല, എന്നെ പരിഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി കഴിഞ്ഞുകൂടാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് രംഗം, അന്യോന്യമുള്ള സംഭാഷണം. പിന്നെ ആ സംഭാഷണം അങ്ങനെ തെറ്റുന്നു. അതോടുകൂടി ആ കുജനാസിക ആ ഖണ്ഡിക്കുന്ന രംഗം ഒക്കെ അവിടെ വിവരിക്കും. പിന്നീട് സഹോദരനായ ഖരനെ വധിക്കുന്ന, ഖര ത്രിശിരാക്കളൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ വധിക്കുന്ന ആ രംഗം. ഖരദൂഷണ ത്രിശിരാക്കളാ നിശാചരന്മാര് 14,000 മരിച്ചത് നാഴിക 3:45 കൊണ്ട് രാഘവൻ തന്നാൽ ഉഴിയിൽ വീണാനല്ലോ. രാവണ ഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹം. അതുനേരം ജ്ഞാനവും ലഭിച്ചതു രാഘവൻ. അപ്പോ യഥാർത്ഥത്തില് ഇവിടെ ഭഗവാന്റെ ദുഷ്ടനിഗ്രഹം ചെയ്തുകൊണ്ട് ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആ രംഗം ഇവിടെ വിവരിക്കുന്നു. പിന്നീട് ശൂർപ്പണഖയുടെ വിലാപം തുടങ്ങിയിട്ടുള്ളതായ കഥാഭാഗങ്ങള് ഒക്കെ വിവരിക്കുന്ന, അതൊക്കെ ചുരുക്കിയിട്ടാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് സമയം കിട്ടേണ്ടത് കൊണ്ട് ഇന്നത്തെ ഈ ഭാഗം അരണ്യകാണ്ഡത്തില് ഈ ശൂർപ്പണഖയുടെ വിലാപത്തിന് മുമ്പായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.